242 പേരുണ്ടായിരുന്ന വിമാനം അപകടത്തിൽപ്പെട്ടപ്പോൾ മരിച്ചത് 265 മുകളിൽ. ജനവാസ മേഖലയിലേക്ക് വീണതാണ് വിമാനാപകടത്തിലെ മരണസംഖ്യ ഉയർത്തിയത്. ആ വിമാനത്തിൽ നിന്നും ജീവനോടെ രക്ഷപ്പെടുകയെന്നാൽ അതെ, 40-കാരനായ വിശ്വാസ് കുമാർ രമേശ് എന്ന ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് പൗരൻ മരണമുഖത്ത് നിന്നും എമർജൻസി എക്സിറ്റ് വഴി ചാടിയത് ജീവിതത്തിലേക്ക്. സമൂഹ മാധ്യമങ്ങൾ അദ്ദേഹം എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ദൈവത്തിന്റെ സ്വന്തം കുട്ടിയെന്ന വിശേഷണവും. 20 വർഷമായി ബ്രിട്ടനിൽ ജീവിക്കുന്ന വിശ്വാസ് സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും സഹോദരനോടൊപ്പം ലണ്ടനിലേക്കുള്ള യാത്രയിലായിരുന്നു. 11A എന്ന സീറ്റിലായിരുന്നു വിശ്വാസ് ഇരുന്നത്. വിമാനത്താവളത്തിൽ നിന്നും കഷ്ടി 1 കിലോമീറ്റർ അകലെയുള്ള BJ ഹോസ്റ്റലിന് മുകളിലേക്ക് ഇടിച്ച് വിമാനം ഇറങ്ങിയപ്പോൾ വിശ്വാസ് തന്റെ സീറ്റിന് സമീപത്തെ എമർജൻസി എക്സിറ്റ് ഡോർ തുറന്നതായി കണ്ടു. പിന്നെ ഏതോ ഉൾവിളികളിൽ എക്സിറ്റ് വഴി വിമാനത്തിൽ നിന്നും താഴേക്ക്. കരിമ്പുകയ്ക്കും തീനാളങ്ങൾക്കും ഇടയിലൂടെ ഓടിയെത്തിയ ഏതോ കൈകൾ വിശ്വാസിനെ ആംബുലൻസിലേക്ക് കയറ്റിയെന്നാണ് അദ്ദേഹം പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത്. വിശ്വാസ് ഇപ്പോൾ അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകടത്തിന് തൊട്ടു പിന്നാലെ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ വിശ്വാസ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ദൃശ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് മുടന്തിക്കൊണ്ട് ആംബുലൻസിലേക്ക് നീങ്ങുന്ന വിശ്വാസിന്റെ ദൃശ്യങ്ങൾ ലോകം അത്ഭുതത്തോടെ നോക്കി. അവിടെ നിന്നും നേരെ ആശുപത്രിയിലേക്ക്. മുഖത്തും നെഞ്ചിലും കാലുകളിലും സാരമായ പരിക്ക്. പക്ഷേ ഉള്ളിൽ കത്തിയമർന്നൊരു വിമാനത്തിൽ തൊട്ടടുത്ത് ഇരുന്ന സഹോദരനും ഉണ്ടായിരുന്നു. എല്ലാം വളരെ പെട്ടെന്ന് സംഭവിച്ചു. ഞാൻ എഴുന്നേറ്റപ്പോൾ എൻ്റെ ചുറ്റും മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് ഭയം തോന്നി. ഞാൻ എഴുന്നേറ്റോടി. എൻ്റെ ചുറ്റും വിമാനഭാഗങ്ങൾ ചിതറിക്കിടന്നു. അദ്ദേഹം ഹിന്ദുസ്ഥാൻ ടൈംസിനോട് ഇങ്ങനെ പറയുന്നു. ഫ്ലൈറ്റ് ചാർട്ട് പ്രകാരം വിശ്വാസ് 11A സീറ്റിലാണ് ഇരുന്നത്. സഹോദരൻ ഇരുന്നത് 11J എന്ന സീറ്റിലും. പക്ഷേ ആ അപകടത്തിൽ നിന്നും എങ്ങനെയാണ് അദ്ദേഹം രക്ഷപ്പെട്ടതെന്ന് ആർക്കും അറിയില്ല. ദൈവത്തിന്റെ സ്വന്തം കുട്ടി എന്നായിരുന്നു സമൂഹ മാധ്യമ ഉപയോക്താക്കൾ വിശ്വാസ് കുമാർ രമേശിനെ വിശേഷിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.